ഹായ് വെൽക്കം ഓൾ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ലെസണിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റീച്ച് ക്യാമ്പയിനുകൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, റീച്ച് ആൻഡ് അവയർനെസ്. ഓക്കെ, നമുക്ക് അവയർനെസ് ക്യാമ്പയിൻ ആണ് എക്സാക്ട് നമുക്ക് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് താഴെ കാണാം റീച്ച്, ബ്രാൻഡ് അവയർനെസ്, വീഡിയോ വ്യൂസ്, സ്റ്റോർ ലൊക്കേഷൻ അവയർനെസ്. ഓക്കെ, ഇത് കൂടുതലും ചെയ്യുന്നത് നമ്മുടെ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സർവീസിന്റെ അഡ്വർടൈസ്മെന്റ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, കൂടുതൽ ഓരോ പോയിന്റ്സ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ തന്നെ ഉള്ള വിഷ്വൽസ്, മറ്റു വിഷ്വലുകൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് യെസ്. ഓക്കെ, റീച്ച് ആഡ് ആണ്, മാക്സിമം റീച്ച് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമൈസ് റീച്ച് ഓഫ് ആഡ് കൊടുക്കുക. ഇത് നമുക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ട്രൂ വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ 2 സെക്കൻഡ് വ്യൂസ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മാക്സിമം റീച്ച് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പേജ് ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു ബിഡ് എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യാം. മിനിമം 2 ഒക്കെ റീച്ച് ആയതുകൊണ്ട് നമുക്ക് വലിയ എമൗണ്ട് കൊടുക്കണ്ട, ചെറിയ എമൗണ്ട് തന്നെ കൊടുത്താൽ മതി. കോസ്റ്റ് ക്യാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ബിഡ് ക്യാപ്പോ കോസ്റ്റ് ക്യാപ്പോ ആയിട്ട് സെറ്റ് ചെയ്യാം. മാക്സിമം ഓക്കെ, കോസ്റ്റ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ക്യാപ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ബിഡ് ക്യാപ്പ് ആകുമ്പോൾ മാക്സിമം കൺട്രോളിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ബഡ്ജറ്റ് സേവിങ് കിട്ടും, പക്ഷെ ചെറിയ സ്ലോ ആയിരിക്കും. ദെൻ താഴേക്ക് എടുക്കുന്ന സമയത്ത് ടോട്ടൽ ബഡ്ജറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾഡ് എൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്ന് വരെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനാഗ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ 25th ഇനാഗ്രേഷൻ എന്നുണ്ടെങ്കിൽ അതുവരെയൊക്കെ നമുക്ക് റീച്ച് ക്യാമ്പയിൻ റൺ ചെയ്യാൻ പറ്റും. വി ആർ കമ്മിങ് സൂൺ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വീഡിയോസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. വീഡിയോ, ഇമേജ് ഒക്കെ റീച്ച് ക്യാമ്പയിൻ ചൂസ് ചെയ്യാം. ദെൻ നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലൊക്കേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഏത് ലൊക്കേഷനാണോ വേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ടോപ്പ് പിൻ വേണമെങ്കിൽ ടോപ്പ് പിൻ യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടാനുസരണം ഓരോന്നും കറക്റ്റായിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ എവിടെയാണോ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് ടോപ്പ് പിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ മാത്രം. ഇന്നിപ്പോൾ നമ്മുടെ ചെറിയ സ്ഥാപനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കസ്റ്റമർ വരാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 6 കിലോമീറ്റേഴ്സ് കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ റീച്ച് നന്നായിട്ട് പോയിക്കോളും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഓഡിയൻസിന്. ഇപ്പോൾ റീച്ച് ക്യാമ്പയിനൊക്കെ എപ്പോഴും ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ടാണ് കൂടുതലും ചെയ്യുക. അതല്ല, നമ്മുടെ സ്പെസിഫിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്വിച്ച് ടു ഓഡിയൻസ് യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഏജും കാര്യങ്ങളും കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക. സ്റ്റുഡൻസ് ആണെങ്കിൽ 18 to 25, 30 ബിലോ കൊടുക്കുക. അപ്പോൾ അതല്ല വുമൻസ് മാത്രമാണെങ്കിൽ വുമൻസിന് മാത്രം സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് ടാർഗറ്റിങ്ങിൽ നമുക്ക് പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ഓഡിയൻസ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പാരൻസ് മാത്രം നമ്മൾ ആഡ് കണ്ടാൽ മതി, അങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കാം. അപ്പം ഞാനല്ല, വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകൾ മാത്രം നമ്മൾ ആഡ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻസ് നമുക്ക് വേണേൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീവേഡ്സ് എൻ്റർ ചെയ്ത് കൊടുത്ത് കിട്ടും. ഓക്കെ, ഇതിങ്ങനെ കൊടുക്കാനുള്ള കാരണം നമ്മൾ ആഡ് പ്രോപ്പറായിട്ട് എക്സാക്ട് ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മൾ നോട്ടീസോ പ്ലെയറോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല അവർ എന്ത് ടൈപ്പ് ഓഡിയൻസ് ആണെന്നുള്ളത്. അപ്പോൾ വെറുതെ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പ്ലസ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണോ അത് പ്രോപ്പറായിട്ട് കൊടുക്കാം. നമുക്ക് റീസെൻ്റ് നമ്മളൊരു ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ വെഡിങ് കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ പിറന്നാൾ വരാൻ ചാൻസ് ഉള്ള അങ്ങനെയൊക്കെ ഓഡിയൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് ബ്രൗസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ്, ബിഹേവിയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പാരൻസ് റിലേഷൻഷിപ്പ്, പിന്നെ ഇൻട്രസ്റ്റ്, ഫാമിലി റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ കാറ്റഗറി ഓഫ് ആളുകളെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻഗേജ്ഡ്, ഇൻ റിലേഷൻഷിപ്പ്, മാരീഡ് ആകുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. മാരീഡിൽ തന്നെ അല്ലേ, മാരീഡ് എടുത്തു, മാരീഡിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇൻ റിലേഷൻഷിപ്പ് അതാണ് ഇത് കൊടുക്കുക. പിന്നെ പാരൻസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പാരൻസിന് എടുക്കുക. പാരൻസിൽ ഓൾ പാരൻസ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഏകദേശം നോക്കുക, പാരൻസ് അപ് ടു 12 months, 12 മാസമായിട്ടുള്ള അപ്പോൾ കുട്ടികളായിരിക്കും.
അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ന്യൂലി എൻഗേജ്ഡ് കപ്പിൾസ് ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ടാർഗറ്റ് ചെയ്തെടുക്കുക. ടാർഗറ്റ് ചെയ്ത് ലാംഗ്വേജ് കറക്റ്റ് ചെയ്യുക, പ്ലേസ്മെൻറ്റ് കറക്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഓഡിയൻസിൻ്റെ കൗണ്ടൊക്കെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയ ലൊക്കേഷനാണ്, അതുകൊണ്ട് റീച്ച് കുറവായിരിക്കും, കാരണം ആ ഒരു സറൗണ്ടിങ്സിലുള്ള ആളുകൾ മാത്രമേ കാണുള്ളൂ. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. റീച്ച് ക്യാമ്പയിൻ ആക്ച്വലി സിമ്പിളാണ് ചെയ്യാൻ, വളരെ ടഫ് ഒന്നുമല്ല. എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, അവിടെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഓക്കെ, പേജ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. അതിനുശേഷം ക്രിയേറ്റ് ആഡ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആഡ് എടുക്കുക. എക്സിസ്റ്റിംഗ് ആഡ് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. നമ്മൾ കുറച്ച് എഫേർട്ട് കുറവാണ്. യെസ്, എന്നിട്ട് നേരെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് റൺ ചെയ്യും. കുറച്ച് ഹവേഴ്സിനുള്ളിൽ ആഡ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പബ്ലിക്കിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഗെയിൻ ആഡ്സ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ എത്രത്തോളം ആളുകൾ കണ്ടു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ തന്നെ ഓരോ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമുക്ക് ആഡ് എങ്ങനെ എഡിറ്റ് ചെയ്യും, ആഡ് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഇൻസൈറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എത്ര റീച്ച് വന്നു, എത്ര ലീഡ് വന്നു ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ആഡ്സ് മാനേജറിലാണ് പോകുന്നത്. ആഡ്സ് മാനേജറിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടുള്ള വിൻഡോ ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, കൂടുതൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ലെസനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.